everyone, welcome to Exandway Learning. MSAT മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതേപോലെ തന്നെ STSC സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഈ രണ്ട് എക്സാമിനേഷനും കെമിസ്ട്രി പാർട്ടിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പറയാം രണ്ടും എന്താണ് ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, അതേപോലെ തന്നെ അത് ചിലത് STSC ആണ്. നമുക്കറിയാം സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിലെന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ ചാനലിൽ എക്സാക്ട് വൈ ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സാമുകൾ നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ എക്സാമിന് അപ്പുറത്തേക്ക്, സ്കൂൾ നമുക്കറിയാം റിട്ടേൺ എക്സാം ആണ്, ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുമായിട്ട് നമ്മൾ മത്സരിക്കുവാനും അതുവഴി നമ്മുടെ സ്ഥാനം, അത്രയും കുട്ടികൾക്കിടയിൽ നമ്മുടെ റാങ്ക് എത്രയാണ്, നമ്മൾ ഇനിയും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് തുടങ്ങിയ ഒരുപാട് സെൽഫ് റിയലൈസേഷൻ ലഭിക്കാനും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇത്തരം എക്സാമുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എക്സാമിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നമുക്കിനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ എക്സാമുകൾ നമ്മുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യണം, എഴുതിപ്പിക്കണം. അവർ കൂടി വന്ന് ഒരുമിച്ച് നമ്മളുടെ ഈ ഒരു ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ഈ ഒരു കോച്ചിങ് ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എന്ത് ചെയ്യണം, എന്തായാലും നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ചില പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലെ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ MSAT എക്സാമിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വി ക്യാൻ ബോയിൽ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ? ഇതിലെ ഏത് കണ്ടീഷനിലാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വാട്ടർ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോയിൽ ചെയ്യാൻ കഴിയുക? ലോ പ്രഷർ, ഹൈ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വെരി ഹൈ പ്രഷർ. യെസ്, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് ആ ടോപ്പിക് എന്ത് ചെയ്യണം, അവിടെ മനസ്സിലാണ്. ഇത് സ്റ്റേറ്റ് ഓഫ് മാറ്ററുമായി റിലേറ്റ് ചെയ്താണ്, അതിൽ തന്നെ ബോയിലിംഗ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പം എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിലേക്ക് വന്ന് ഈ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇത് ബോയിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ പ്രഷറുമായിട്ടാണ്. ബോയിലിംഗ് പോയിന്റും പ്രഷറും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായി അറിയണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടും, ബോയിലിംഗ് പോയിന്റും കൂടും. പ്രഷർ ലോ ആണെങ്കിലോ ബോയിലിംഗ് പോയിന്റും ലോ ആയിരിക്കും. നമുക്കറിയാം പ്രഷർ കുക്കറിൽ 100 ഡിഗ്രിയിൽ വാട്ടർ എന്താവൂല, ബോയിൽ ചെയ്യൂല. കാരണം എന്തേ, പ്രഷർ കുക്കറിൽ മോർ പ്രഷറുണ്ട്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുക. എന്നാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, വാട്ടറിനെ ബോയിൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ലോ പ്രഷറിലായിരിക്കണം നമ്മൾ ബോയിൽ ചെയ്യിക്കേണ്ടത്. സോ നമ്മൾ ആൻസർ ഏതായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ ആണ് എന്ത് ഉണ്ടാവുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുക. ലോ പ്രഷറിൽ ബോയിലിംഗ് പോയിന്റും ലോ ആയിരിക്കും. ഇത് നമുക്ക് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ. ഇപ്പം സപ്പോസ് നമ്മൾ നോർമൽ സീ ലെവലിലാണെങ്കിൽ നമുക്കറിയാം 100 ഡിഗ്രിയിലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ 1 atm പ്രഷറിൽ 100 ഡിഗ്രിയിലാണ് വാട്ടർ ബോയിൽ ചെയ്യുക. എന്നാൽ നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിലോ, ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രഷർ ലോ ആയിരിക്കും. മുകളിലേക്ക് പോകും തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നല്ല പറയേണ്ടത്, മുകളിലേക്ക് പോകും തോറും പ്രഷർ കുറയണം, അറ്റ് ദ സെയിം ടൈം ബോയിലിംഗ് പോയിന്റ് കുറയണം അല്ലേ. ഇപ്പോൾ ഒരു ഹിമാലയത്തിലൊക്കെ നമുക്ക് 100 ഡിഗ്രി വേണോ, അല്ല ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 95 ഡിഗ്രി ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, അവിടെ വാട്ടർ ബോയിൽ ചെയ്യും. റെഡി? അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യണം, നമ്മൾ മറക്കരുത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് സബ്ലിംസ് ഓൺ ഹീറ്റിംഗ്? അമോണിയം ക്ലോറൈഡ്, അയോഡിൻ, നാഫ്തലീൻ, ഗ്ലൂക്കോസ്. അപ്പോൾ ഇതും നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് മാറ്ററുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ നമുക്കറിയാം സബ്ലിമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുക. എന്നാൽ ഒരു സോളിഡ് ഡയറക്റ്റ്ലി ചേഞ്ചസ് ടു ഗ്യാസ് ആണെങ്കിലോ, സോളിഡ് നേരിട്ട് ഗ്യാസ് ആവാം വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്, അതായിരുന്നു നമ്മൾ പഠിച്ച സബ്ലിമേഷൻ. സബ്ലിമേഷൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഡീസബ്ലിമേഷൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ സോളിഡ് ആകുന്ന പ്രോസസ്സുകൾക്ക് സോൾഡിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും മക്കളെ വരിക, ഈ പറഞ്ഞ ആരൊക്കെയാണ് സബ്ലിമേഷന് പിന്നെ വിധേയമാകുന്ന അല്ലെങ്കിൽ സബ്ലിമേഷൻ നടക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? ഒന്ന് അമോണിയം ക്ലോറൈഡ്, അത് സോളിഡ് ഡയറക്റ്റ്ലി ഗ്യാസ് ആകും. അയോഡിൻ, നാഫ്തലീൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. സോ 1ഉം 2ഉം 3യുമാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഇല്ല, ഇതിൽ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടില്ല. 1ഉം 2ഉം 3യും കേട്ടോ. അപ്പോൾ ഇതിൽ 1 and 2 ഉണ്ട്. വേണമെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം,
3 ഇത് കൂടി ആഡ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഫസ്റ്റ് 1 ആണെന്ന് എന്ത് ചെയ്യാം കൊടുക്കാം. റെഡി? യെസ്. ഗ്ലൂക്കോസ് സബ്ലിമേഷൻ നടക്കുമോ? ഇല്ല, ഒരിക്കലും എന്ത് ചെയ്യില്ല, സബ്ലിമേഷൻ നടക്കുന്നില്ല. റെഡി? അപ്പോൾ അമോണിയം ക്ലോറൈഡ്, അതേപോലെ തന്നെ അയോഡിൻ, നാഫ്തലീൻ, അതേപോലെ തന്നെ നമ്മുടെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള ഡ്രൈ ഐസ്, ഇതൊക്കെയാണ് സബ്ലിമേറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസസ്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When water at 0 degree freezes to form ice at the same temperature of 0 degree Celsius, then it absorbs same heat, neither absorb nor releases heat, releases some heat, absorb 3.34 into 10 raised to 5 എന്നാണ് 105 എന്നൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. 10 raised to 5 joule per kilogram of heat. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് അറിയണം. എന്ത് ചെയ്യണേ? ഈ പറഞ്ഞ വാട്ടർ എന്ത് ചെയ്യാണ്? ഐസ് ആയി മാറാണ്. അവിടെ വാട്ടർ ഐസ് ആകുക എന്ന് പറഞ്ഞാൽ സോളിഡിഫിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. വാട്ടർ ഐസ് ആകുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ആണോ റിലീസ് ആണോ? വേഗം പറഞ്ഞ ആൻസർ കിട്ടുമോ? ഐസ് വാട്ടർ അവൈലബിൾ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ ഐസ് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഐസ് വാട്ടർ ആവുക. ഐസ് വാട്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് എനർജി അവിടെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. എന്നാൽ വാട്ടർ ഐസ് ആണെങ്കിലോ ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ റിലീസസ് എന്ന് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക, അല്ലേ? റിലീസസ് സം ഹീറ്റ്. അബ്സോർബ് ആകുമോ? ഒരിക്കലും അബ്സോർബ് ആകൂല. റെഡി? എന്നാൽ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ? ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത് ചെയ്യുന്നു? ഐസ് വാട്ടർ ആകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിലേതായിരിക്കും ആൻസർ വരിക? നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ വരാം, അബ്സോർബ് സം ഹീറ്റ്. പക്ഷെ എനേക്കാളും കുറച്ചും കൂടി റൈറ്റ് ആൻസർ ഏതാ അറിയോ? ഈ പറഞ്ഞ ഡി ആണ്. അതെന്തുകൊണ്ടാ? നമുക്കറിയാം ഐസ് വാട്ടർ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? നമുക്കറിയാം 0 ഡിഗ്രിയിലാണ് ഐസ് വാട്ടറായി മാറുന്നത്. മക്കളെ, ആ ഒരു എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നായിരുന്നു, അല്ലേ? ഈ പറഞ്ഞ സോളിഡ് ലിക്വിഡ് ആകാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് എനർജിയാണോ അബ്സോർബ് ചെയ്തത് അതായിരുന്നു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ആ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ കറക്റ്റ് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ പറഞ്ഞ വാട്ടർ ഐസായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. റെഡിയാണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യനും വരാം കേട്ടോ. കറക്റ്റ് ആൻസറിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എത്തണം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും എവിടെയാണ്, ഏതാണ് നമ്മുടെ ചോദ്യം, അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, അതിലെ ആൻസർ എങ്ങനെയാണ് എത്തുക, അത് കറക്റ്റ് ആണ്. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഓപ്പോസിറ്റ് ആണെങ്കിലോ ഹീറ്റിനെ റിലീസ് ചെയ്യണം. ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ് ആണെങ്കിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. എന്നാൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ റിലീസ് ചെയ്യണം. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്തേ? ടെമ്പറേച്ചർ കൂളിംഗ് നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഹീറ്റ് റിലീസ് ചെയ്യുക. ഹീറ്റ് റിലീസ് ചെയ്യുന്നതനുസരിച്ച് ഗ്യാസ് ലിക്വിഡ് ആകും, ലിക്വിഡ് സോളിഡ് ആകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഈ പറഞ്ഞ എനർജി ഡിക്രീസിങ് ഓർഡറിലാണ് ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ അനദർ ക്വസ്റ്റ്യൻസ് ആണ്. 2 substance A and B react to form a third substance A to B. അപ്പോൾ എയും ബിയും കൂടി A to B ആയി. എന്നിട്ട് റിയാക്ഷനും കൊടുത്തിട്ടുണ്ട് 2A plus B gives A to B. Okay, which of the following statement is concerning this reaction are incorrect? ഇത് ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തെ എംസാറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഓർമ്മ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. നമുക്കറിയാം എയും ബിയും 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ആയിട്ട് അവിടെ മാറിയിട്ടുണ്ട് എങ്കിൽ ദ പ്രോഡക്റ്റ് എ ടു ബി ഷോ ദ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് എ ആൻഡ് ബി. പ്രോഡക്റ്റ് എ ടു ബി എന്ന് പറയുന്നതിന് എയുടെയും ബിയുടെയും എന്തുണ്ടാകും? ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാകും എന്നാണ്. അപ്പൊ ഇൻകറക്റ്റ് ആണ് ഇതിൽ നമ്മൾ നോക്കാനുള്ളത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഉണ്ടാവുമോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ പറഞ്ഞ എ ടു ബിക്ക് എയുടെയും ബിയുടെയും നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ, അല്ലെ? അതേപോലത്തെ റിയാക്ഷൻ അല്ലേ ഈ പറഞ്ഞത്, അല്ലേ? 2H2 plus O2 gives 2H2O എന്ന് പറയുന്ന ടൈപ്പ് റിയാക്ഷൻ ആണ്. ശരി, വാട്ടറിന് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നേച്ചർ ഉണ്ടോ?
ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടാണ്, അഥവാ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പ്രോഡക്റ്റ് വിൽ ഓൾവേസ് ഹാവ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ. പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ആയിരിക്കും. അത് കറക്റ്റ് ആണ്. ഓക്കെ, അത് ട്രൂ ആണ്. ദ പ്രോഡക്റ്റ് സോ ഫോംഡ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് എ കോമ്പൗണ്ട്. ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഒരു കോമ്പൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയൂല, കനോട്ട് ബി എന്ന് പറഞ്ഞത്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഫോൾസ്. ദ പ്രോഡക്റ്റ് സോ ഫോംഡ് ഈസ് ആൻ എലമെന്റ്. ഈ പ്രോഡക്റ്റ് എന്താണ്, ഈ പറഞ്ഞ എലമെന്റ് ആണ് പ്രോഡക്റ്റ് എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ ഫോൾസ് അല്ലെ. റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്താൽ എന്താണ്, ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഏതായിരിക്കും, ഇത് രണ്ടും എലമെന്റ്സ് അല്ലേ. എലമെന്റ് കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവേണ്ടത്, ഈ പറഞ്ഞ കോമ്പൗണ്ട് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ 1ഉം 3ഉം 4ഉം അല്ലെ, 1ഉം 3ഉം 4ഉം 3 സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇടാ, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് ഏതാണ്, നമുക്കറിയാം റിയാക്റ്റന്റുകൾ അല്ലെങ്കിൽ എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആകുന്നു എന്നുള്ള ആ ഒരു ടോപ്പിക്, ആ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ബ്രാസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് മോൾട്ടൺ കോപ്പർ ഇൻ. അപ്പൊ ഇത് സൊല്യൂഷനുമായിട്ട് എസ്പെഷ്യലി അലോയ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബ്രാസ് നമുക്കറിയാം എന്താണ്, കോപ്പർ എന്തുമായിട്ട് മിക്സ് ചെയ്താണ്, സിങ്കുമായിട്ടാണ്. കോപ്പർ ടിന്നുമായിട്ടാണോ, അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ഏതായാലും അല്ല. സോളിഡ് സിങ്ക് ആണോ, മോൾട്ടൺ സിങ്ക് ആണോ, ഗ്യാഷ്യസ് സിങ്ക് ആണോ? ഈ പറഞ്ഞ കോപ്പർ ഏതായാലും മോൾട്ടൺ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മോൾട്ടൺ കോപ്പറിലേക്ക് സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഗ്യാസ് ഏത് ടൈപ്പ് സിങ്ക് ആഡ് ചെയ്താലാണ് അത് ബ്രാസ് ആയിട്ട് മാറുക? എസ് പറയാൻ പറ്റുമോ? ഓപ്ഷൻ സോളിഡ് സിങ്ക് ആണ് കേട്ടോ. സോളിഡ് സിങ്ക് ആകുമ്പോഴാണ് അതെന്തുന്നത്, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള ബ്രാസ് ആയിട്ട് മാറുന്നത്. റെഡി? യെസ്. എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും 4-5 ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ. നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ദ മെറ്റൽ നോട്ട് പ്രസന്റ് ഇൻ ദ അലോയ് അൽ നിക്കോ. അൽ നിക്കോ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റലുകളുടെ ഒരു മിക്സ്ചർ ആണ് അല്ലെ. അപ്പൊ അൽ നിക്കോ, ആ പേരിൽ നിന്ന് കുറച്ച് പോയിന്റ് നമുക്ക് കിട്ടും. ഈ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽ നിക്കോ എന്ന് പറയുന്ന അലോയ്സിൽ ഇല്ലാത്ത മെറ്റൽ ഏതാണ്? കോപ്പർ, അയൺ, നിക്കല്, അലുമിനിയം. യെസ്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചതുകൊണ്ട് തന്നെ ഫിസിക്സുമായിട്ടും കെമിസ്ട്രിയുമായിട്ടും രണ്ടുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. നോക്കട്ടെ ആരാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നോക്കാം. ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്കുള്ള കൂടുതൽ ഹെൽപ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യണം. അവർ കൂടി എന്ത് ചെയ്യട്ടെ, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ വിൻ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് വളരാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.